എന്തൊക്കെയായാലും ഈ കല്യാണം നടക്കാൻ പാടില്ല. എന്തൊക്കെയായാലും ശരി, ഈ കല്യാണമേ നടക്കൂ. അമ്മാവൻ ഒരു കാര്യം മനസ്സിലാക്കണം. അമ്മാവന്റെ കല്യാണം നടന്നു കാണാൻ ആരെക്കാളും കൊതിച്ചവനാണ് ഞാൻ. അതിനുവേണ്ടി പ്രാർത്ഥിക്കാത്ത ക്ഷേത്രങ്ങളില്ല, നേരാത്ത നേർച്ചകളില്ല. എന്ന് വെച്ച് വന്നു കയറുന്ന പെണ്ണ് ഈ അമ്പാടി വീടിന്റെ നിലയ്ക്കും വിലയ്ക്കും ചേർന്നാവണ്ടേ? അവളുടെ നിലയ്ക്കും വിലയ്ക്ക് എന്താണ് അവർ കുറവ്? തറവാട്ട് മഹിമയില്ലേ, സ്വത്തില്ലേ, സൗന്ദര്യമില്ലേ, തൊലിവെളുപ്പില്ലേടാ? തൊലിവെളുപ്പ് കള്ള ലക്ഷണം. മുഖം കണ്ടാൽ അറിഞ്ഞൂടെ അവളൊരു തന്നിഷ്ടക്കാരിയാണെന്ന്. അമ്മാവനെ അവള് ചക്രശ്വാസം വലിപ്പി. അമ്മാവാ, നമുക്ക് വേണ്ടത് മുഖലക്ഷണമുള്ള നിഷ്കളങ്കിയായ ഒരു നാടൻ പെണ്ണിനല്ലേ? നമുക്കല്ല, എനിക്ക്. ഇത് അസൂയാണ് ചേച്ചിയമ്മേ. കണ്ണി കണ്ട കൊരങ്ങി പെണ്ണിനെയൊക്കെ സുന്ദരിയാണെന്ന് പറഞ്ഞ് എന്റെ തലയെ കെട്ടിവെക്കാൻ നോക്കിയവനാ അവൻ. എന്നിട്ടിപ്പോ വർക്കത്തുള്ള ഒരു പെണ്ണിനെ എനിക്ക് കിട്ടിയപ്പോ ഇവന് സഹിക്കാൻ മേല. നിനക്ക് എന്ത് പറ്റിയ അർജുന? എങ്ങനെയെങ്കിലും ഒരു പെണ്ണിനെ അവൻ ഇഷ്ടപ്പെട്ടല്ലോ എന്ന് വിചാരിക്കാനുള്ളതിന് നീ ഈ പറയുന്ന ഒരു കുറവും ആ കുട്ടിക്കില്ല. ഈ കാര്യത്തിൽ ബലരാമന്റെ പക്ഷത്താ ഞാനും. അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് അവനങ്ങ് സഹിച്ചോളും. നിനക്കെന്താ ദണ്ണം? ദണ്ണമുണ്ട്. എന്റെ അമ്മാവനാണ് എനിക്കെല്ലാം. കുട്ടിക്കാലം മുതൽ ഒരു കുഞ്ഞനുജനെ പോലെ ഈ വിരൽ തുമ്പിൽ പിടിച്ച് പാടത്തും പറമ്പിലും എന്നെ കൊണ്ടു നടന്ന് തുമ്പികളെ പിടിച്ചു തരികയും കണ്ണിൽ കണ്ട കണ്ണിമാങ്ങ എറിഞ്ഞ് മോഷ്ടിച്ചു തരികയും ചെയ്ത എന്റെ അമ്മാവന്റെ മുഖത്ത് ഇന്ന് കാണുന്ന സന്തോഷം എന്നും കാണണമെന്ന് ആഗ്രഹിക്കുന്നവനാണ് ഞാൻ. അത് കാണാനാവില്ലല്ലോ എന്ന് ഓർക്കുമ്പോ ദണ്ണമുണ്ടമ്മേ, ദണ്ണമുണ്ട്. ചേച്ചമ്മേ, ഈ ദണ്ണത്തിൽ വീണു പോരുത്. ഇത് മുതലക്കണ്ണീരാണ്. നാടകം, വെറും ഡ്രാമ. ഏതായാലും ഒന്നെനിക്ക് മനസ്സിലായി. ഇത്രയും കാലം ഇവനോട് കാണിച്ച സ്നേഹം മുഴുവൻ ബഡായിയാണ്. കള്ളൻ. അതെ, ഞാൻ കള്ളനാണ്. എന്നാൽ കേട്ടോളൂ, ഇത്രയും നേരം അമ്മാവന്റെ മുഖത്ത് നോക്കി അതെങ്ങനെ പറയും എന്ന് വിഷമിച്ചിരിക്കുകയായിരുന്നു ഞാൻ. ഇനിയൊന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല. നമ്പീശ സാറിനുണ്ടായ അനുഭവം എന്റെ അമ്മാവനുണ്ടാവരുത്. ഏത് XMLA നമ്പീശ സാറോ? അല്ല, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നമ്പീശ സാർ. ഓഹോ. അമ്മാവനെ പോലെ ഒരു ശുദ്ധാത്മാവ്, ഒരു സുന്ദരി പെണ്ണിനെ മാത്രമേ കെട്ടൂ എന്ന് വാശി പിടിച്ച് ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം ഇതുപോലെ വേസ്റ്റ് ആക്കി. ഒടുവിൽ 42-ാം വയസ്സിൽ 19-കാരി സുന്ദരിയെ വിവാഹം കഴിച്ചു. ഭാഗ്യവാൻ എന്ന് പറയാൻ വരട്ടെ. എനിക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. സന്തോഷകരമായ കുടുംബജീവിതം. ഊട്ടി, കൊടൈക്കനാൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഹണിമൂൺ. പക്ഷേ ആ സന്തോഷത്തിന് ആയുസുണ്ടായില്ല അമ്മാവ. അമ്മാവൻ അറിയണോ, ഹണിമൂൺ കഴിഞ്ഞു വന്നതിന്റെ പിറ്റേ ദിവസം അവൾ അടുക്കളക്കാരനോടൊപ്പം ഒളിച്ചോടി. അമ്മാവ, ഒളിച്ചോടി. മനുഷ്യര് കാണിക്കുന്ന പണിയാണോട് അയാൾ ചെയ്തത്? ഒളിച്ചോടിയതല്ലേ? അല്ല, ഹണിമൂണ് പോയത്. പരമനാറി. അവന്റെ ഒക്കെ കൂടെ പെണ്ണിനെ അയച്ചോട് വേണം തല്ലാൻ. അതിരിക്കട്ടെ, ആ നമ്പീശന്റെ കഥ നീ എന്റെ അടുത്ത് എന്തിനാണ് പറഞ്ഞത്? ആ അനുഭവം എന്റെ അമ്മാവൻ ഉണ്ടാവരുത്. അർജുന, ഓന്തൻ രാമനെന്ന് നാട്ടുകാർ അമ്മാവനെ വിളിക്കരുത്. ചെകിട് പൊട്ടിച്ചോളാം ഞാൻ. അമ്പാടി ബലരാമനെ കുറിച്ച് എന്താണെന്ന് നീ വിചാരിച്ചേ? എന്നാ കേട്ടോ, ബലരാമൻ പെണ്ണ് കെട്ടുന്നെങ്കിൽ അത് പുത്തോളത്തും തന്നെ ആയിരിക്കും. അതിന് മാറ്റമില്ല. അമ്മേ, ഒരു മാറ്റമില്ല. ആഹാ, അർജുന, അർജുന, അയ്യോ അർജുന, എന്താണ് ഇത്? അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് നീ പോരുമ്പോ ഇത്രയും സീരിയസ് ആണെന്ന് ഞാൻ വിചാരിച്ചില്ല. സത്യത്തിൽ കമ്പി കിട്ടിയപ്പോ ഞാൻ ഞെട്ടിപ്പോയി. അതെ, എപ്പോഴാ ശവടക്ക്? ആരുടെ? നിന്റെ അമ്മയുടെ. അപ്പൊ ഈ റീത്ത് ഒരു റീത്ത് വേസ്റ്റ് ആയി. എന്നെ കൊണ്ട് പറ്റില്ല. നീ പോവരുത്. ഞാൻ പറയുന്നു കേൾക്ക. വേണ്ട, നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഈ ഭാർഗവ നിലയിൽ താമസിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഭാർഗവ നിലയം ഐശ്വര്യ ദേവത കുടിയിരിക്കുന്ന തറവാടായത്. അമ്പാടി ദേവകമ്മയുടെ കുടുംബ വീട്. എന്റെ അച്ഛനെ അപ്പന്മാരെയൊക്കെ ഇതിന്റെ മുമ്പിൽ അടക്കിയിരിക്കുന്നത് അറിയോ നിനക്ക്? അയ്യോ, എന്നാ പിന്നെ ഞാൻ ഒട്ടും താമസിക്കില്ല. അതൊക്കെ പണ്ട്. അർജുന, നിന്റെ വീട്ടിൽ നിന്റെ ബെഡ്റൂമിൽ കിടന്ന് നിന്റെ അമ്മ വെച്ചിരുന്ന ഭക്ഷണമൊക്കെ കഴിച്ച് നമുക്ക് ലാവിഷായിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം. സുഖവാസത്തിനല്ല നിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. എങ്ങനെയെങ്കിലും ഈ കല്യാണം ഒന്ന് മുടക്കണം. ഒരു പരിചയമില്ലാത്ത ഒരു കോന്തനെ ഈ അവസ്ഥയിൽ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചാൽ അമ്മയും അമ്മാവനും സംശയിക്കില്ലേ? ഇങ്ങനെയൊക്കെയല്ലേ പരിചയമാവുന്നത്. നിന്റെ ക്ലോസ് ഉണ്ടാന്ന് പറഞ്ഞാൽ മതി. ഇറങ്ങണവനെ, നീ പോ. നിന്റെ ഒരു സഹായം എനിക്ക് വേണ്ട, നീ പോ. കുളിമുറിയോടെ എന്തിന്? അല്ല, കുളിച്ചത് അവകാശം. കുളിയും തേവാരും ഒക്കെ പിന്നെ. ആദ്യം കല്യാണം മുടക്കാനുള്ള വഴി നോക്ക് നീ. അതിനിത്ര നോക്കാനെതിരിക്കുന്നത്. പെണ്ണിനെ കുറിച്ചുള്ള എല്ലാ വിവരവും കിട്ടിയ സ്ഥിതിക്ക് വിളിച്ചിറക്കി ഒന്ന് വരട്ടണം. നീ ഇതെന്തറിഞ്ഞിട്ടാ പറയുന്നത്? കല്യാണം ഉറപ്പിച്ച അന്നു മുതൽ ആകാശത്തും ഭൂമിയിലും അല്ലാതെ നിൽക്കുകയാണ് അമ്മാവൻ. തലയണക്കടിയിൽ ഫോട്ടോ വെച്ചുകൊണ്ടാ കിടന്ന് ഉറങ്ങുന്നത് പോലും. വീട്ടിലാണെങ്കിൽ ഒരു ഉത്സവത്തിന്റെ പ്രതീതിയാണ്. അവളുടെ വീട്ടിൽ പോയി പ്രശ്നം ഉണ്ടാക്കി കല്യാണം മുടക്കിയാൽ അമ്മാവൻ അപ്പ ഹാർട്ട് അറ്റാക്ക് വരും. അമ്മ ആത്മഹത്യ. എന്നാൽ ഇനി ഒരു രക്ഷയില്ല. നമ്മളിന്ന് പിടിവിട്ടുപോയി. ഒന്നും വിട്ടിട്ടില്ല. ഒരീച്ച പോലും അറിയാതെ, ഒരു കഥയും പുറത്താവാതെ ഈ കല്യാണം മുടങ്ങണം. തൽക്കാലം ഞാൻ ആരാണെന്ന് നമ്മൾ അറിയണ്ട. അമ്പാടി വീട്ടിൽ ബലരാമൻ നായരും പുത്തോലത്ത് വീട്ടിൽ ഗോപിയും തമ്മിലുള്ള കല്യാണം ഉറപ്പിച്ചത് പോലീസ് സ്റ്റേഷനിൽ വെച്ച് അവളെ താലി കെട്ടിയ അർജുനൻ നായർ അറിഞ്ഞിരിക്കുന്നു. ഈ വിവാഹം നടന്നാൽ പോലീസുകാരെയും കൊണ്ടുവന്ന് പ്രശ്നമുണ്ടാക്കുന്ന ഒരു കത്തെഴുതാം. മതി. ആ കത്ത് കിട്ടിയാലോടെ അവൾ ഞെട്ടും. പിന്നെ അവൾ തന്നെ കല്യാണം വെട്ടും. മുഴുവനും ആയില്ല. അവളുടെ കയ്യിലല്ലാതെ മറ്റാരുടെയെങ്കിലും കയ്യിൽ ഈ കത്ത് കിട്ടിയാൽ ആകെ കുഴപ്പമാവും. നേരിട്ട് അവളുടെ കയ്യിലെത്തിക്കണം. ആ ജോലി നീ ഏറ്റെടുക്കണം. അതിനാ നിന്നെ വിളിച്ചു വരും. അത്രയും വേണോ? വേണം. എന്നാലും അർജുന, നിന്നെ കല്യാണം കഴിച്ചിട്ട് ഒരു കൂസലും ഇല്ലാതെ മറ്റൊരു കല്യാണത്തിന് സമ്മതിച്ച അവളൊരു ഭയങ്കര തന്നെ.
എന്ത് ചെയ്യും? തുണി കെട്ടി മോഷ്ടിക്കാൻ എന്താ എന്താ രക്ഷപ്പെട്ട് പറഞ്ഞു. ആരത്? കല്യാണം നടക്കുന്ന വീടല്ലേ, വല്ല മോഷ്ടിക്കാൻ കയറിയായിരിക്കും. ആ വാഹനത്തേക്ക് പുലർച്ചെ ഇറങ്ങിപ്പോയിട്ട് നീ ഇതുവരെ എവിടെയായിരുന്നു ബലറാമ? വീട്ടിനുള്ളിൽ കുത്തിയിരുന്ന കാര്യങ്ങൾ നടക്കുമോ ചേച്ചിയമ്മേ? കല്യാണത്തിന് ഇനി ദിവസങ്ങളല്ലേ ഉള്ളൂ. ക്ഷണക്കത്തടിക്കാൻ കൊടുക്കണം, സ്വർണ്ണപ്പണിക്കാരനെ കണ്ട് മോതിരം പണിയാൻ കൊടുക്കണം. എല്ലാത്തിനൂടെ ഞാൻ ഒരുത്തനല്ലേ ഉള്ളൂ. അമ്മാവനെ അമ്മാവിയെ മണിയറെ കയറ്റിയിട്ട് വിശ്രമമുള്ളൂ എന്ന് പറഞ്ഞവന്റെ പൊടി പോലും കാണാനില്ല. അവൻ ഇങ്ങനെ ഇടഞ്ഞു നിൽക്കുന്ന എന്തിനാണെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ചേച്ചിയമ്മേ, ഗോപിക്ക് അവൻ നേരിട്ട് കാണുമ്പോ അവന്റെ ഈ ധാരണകളൊക്കെ മാറും. എന്നോടുള്ള സ്നേഹം കൊണ്ട് അവൻ ഇങ്ങനൊക്കെ പറയുന്നത്. അതിന് പുത്തോളത്തവൻ പോയാലല്ലേ ഗോപിയെ നേരിട്ട് കാണാൻ പറ്റൂ. അവൻ പോവില്ല, ഞാൻ ആന്ന പറഞ്ഞു നോക്കി. അവനെ കൊണ്ടുപോകാനുള്ള വിദ്യയൊക്കെ എന്റെ ഉണ്ട്. പക്ഷെ ഞാൻ പറയുന്ന പോലെ ചേച്ചിയമ്മ ഒന്ന് നിന്ന് തരണം ഏറ്റോ. എന്ത് വിദ്യ? അതൊക്കെ ഉണ്ട്. സിതേ, ഒരു പൈങ്കിളി PhD കാരി നിന്നോടും കൂടിയാ പറയുന്നത്. അവനെയും കൂട്ടി നമ്മൾ പുത്തോലത്തേക്ക് പോകുന്നു, ഗോപിയെ കാണുന്നു, അവന്റെ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റുന്നു. എഗ്രി? ഇവൻ എന്തൊക്കെയാടി പറയണേ? നിനക്കൊന്നും മനസ്സിലായില്ല? മനസ്സിലാവൂല. മൂക്കി കൂടെ പല്ല് വരാറായാലോടി കഴുത. ചേച്ചിയമ്മ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. കഴുത എനിക്ക് മനസ്സിലായില്ല, പിന്നെ നിനക്ക് ഇവന്റെ ഒരു എല്ലാം പറഞ്ഞതുപോലെ. ഏട്ടൻ വരുന്നോ? ഞങ്ങൾ കാടാമ്പുഴയ്ക്ക് പോവാ. ഇതെന്ത് ചോദ്യമാടി സീതേ? അവന് വേണ്ടിട്ടല്ലേ നമ്മൾ ഇതുവരെ കാത്തു നിന്നത്? അതെ. കാടാമ്പുഴയ്ക്ക് പോവാൻ എനിക്ക് വേണ്ടി കാത്തു നിന്നോ? അതെ അർജുന, എന്റെ കല്യാണം ഉറച്ചാൽ കാടാമ്പുഴയെ പോയി മുട്ടിറക്കാമെന്ന് ചേച്ചിയമ്മ നേർന്നിരുന്നു. എനിക്കാണെ നിന്ന് തിരിയാൻ സമയമില്ല. പിന്നെ നേർച്ചയല്ലേ, ദൈവകാര്യമല്ലേ, മുടക്കണ്ടാന്ന് ഞാനും കരുതി. എന്താ ഈ മുട്ടറക്കൽ? എന്റെ ദൈവമേ, അതെന്താണെന്ന് നിനക്കറിയില്ലേ? നമ്മൾ അവിടെ പോയി ആഗ്രഹിക്കുന്ന കാര്യം മനസ്സിൽ വിചാരിച്ച് നാളികേരം ഉടക്കിയ കൃത്യം 2 ആയിട്ട് പിളർന്നാൽ വിചാരിച്ച കാര്യം നടക്കും. നാളികേരം 2 ആയി പിളർന്നാൽ വിചാരിച്ച കാര്യം നടക്കും അല്ലേ? പിന്നെ എനിക്കും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആണോ? എന്നാ വാ മുട്ടറക്ക്. ഞാൻ പറഞ്ഞില്ലേ ചേച്ചിയമ്മ, അവൻ ഇതിലൊക്കെ വലിയ വിശ്വാസം. അല്ല, അത് ഞാൻ വേറെ സന്ദർഭത്തിൽ. ഇതാണ് പറ്റിയ സന്ദർഭം. ഇനി ആലോചിക്കണമെന്നില്ല. നീ മുമ്പിൽ കറിക്കോ. ഒരു കാര്യം വിചാരിച്ചിട്ടുണ്ട്, അത് അപ്പം നടത്തണം. കേറ്, 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 കേറ്. ചോറ് സൂക്ഷിച്ചു തുറക്കണ്ടേ? ഇതാണോ കാടാമ്പുഴ? അയ്യോ വഴി മാറിപ്പോയി. ഈ അമ്മാവന്റെ കാര്യം ഇതാണ്. വണ്ടി ഞാൻ ഓടിക്കാന്ന് പറഞ്ഞത്. കാടാമ്പുഴ എത്താൻ ഇനിയും ദൂരം കുറെ പോണം. ആണോ? ഏതായാലും പഠിക്കാൻ വരെ വന്നതല്ലേ, ഇവിടെ ഒന്ന് ഇറങ്ങിയിട്ട് വാ. അതെന്തിന്? അനന്തരവാ അർജുന, ഇത് കാടാമ്പുഴയല്ല, ഇതാണ് പ്രസിദ്ധമായ പുത്തോലത്ത് തറവാട്. നിന്റെ അമ്മാവന്റെ അമ്മായിയപ്പന്റെ വീട്. അങ്ങനെ അങ്ങ് പോകാതെ. നിന്നെ ഇവിടം വരെ കൊണ്ടുവരാൻ ഇതല്ലാതെ വേറൊരു വഴി ഞാൻ കണ്ടില്ല. നീ ഇവിടെ വരുന്ന വിവരം ഞാൻ നേരത്തെ വരെ അറിയിച്ചിട്ടുമുണ്ട്. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? അവരെങ്ങനെ കണ്ടാ എന്ത് വിചാരിക്കും? അമ്മ ഇതിന് കൂട്ടി നിൽക്കുമായിരുന്നോ? അതെ, ഇതൊരു കൂട്ടായ തീരുമാനം തന്നെയാ. എന്താ അവിടെ ഒരു അടിപിടി? അടിപിടിയല്ല, ആശ്ലേഷമാ. അമ്മാവന്റെ കല്യാണം ഉറപ്പിച്ചു എന്നറിഞ്ഞപ്പോ അനന്തരന് ഭയങ്കര സന്തോഷം. ഇപ്പൊ വീടും കൂടി കണ്ടപ്പോ തൃപ്തിയായി. തൊഴു. നിന്റെ മറ്റേ കൈ എവിടെ? എന്റെ കൈ ജാമാക്കാടാ. അർജുന, ഗോപികയുടെ ഇളയച്ചന്മാരാ. ഇത് രാമകൈമൾ, അത് അച്യുത കൈമൾ. വരൂ, അകത്തേക്കിരിക്കാം. അല്ല, കാലിനെന്ത് പറ്റി? പട്ടാമ്പി പെണ്ണ് കാണാൻ പോയപ്പോ പട്ടി കടിച്ചതാ. ഇവിടെ അങ്ങനെ ഒരു ജീവി ഇല്ലല്ലോ. സന്തോഷം. ഒന്ന് പിടിച്ചേ. ഗോപികെ, വാലുറക്കാൻ. ഓഹോ, എന്നെ നാണം കെടുത്താൻ തന്നെ ഉദ്ദേശം. നോക്ക്, വെറുതെ ഇടങ്ങേറുണ്ടാക്കണ്ട. നിന്നെ കെട്ടാൻ പോണ ചെക്കൻ അവിടെ വന്നിരിക്കുന്നേ. ഇപ്പൊ തന്നെ കെട്ടിയെടുത്തോണ്ട് പോകുന്നില്ല. അനന്തരം ചെക്കന് നിന്നെ ഒന്ന് കാണണം, അത്രേ ഉള്ളൂ. എനിക്കാരും കാണണ്ട. കാണണം. എന്നെ തോൽപ്പിക്കാൻ നോക്കല്ലേ. എന്തു വന്നാലും ഈ കല്യാണം ഞാൻ നടത്തും. ഒരുങ്ങി പിടിക്കൊന്നും വേണ്ട, വിളിച്ചിറക്കിക്കൊണ്ട് പോരാ. സുന്ദരനും സുന്ദരി ചെറുപ്പത്തിലേ തട്ടിപ്പോയി. കഷ്ടം. അയ്യോ, ഇത് സമയമായിട്ട് തന്നെയാ പോയത്. ഇതാ ഗോപിയുടെ ചെറിയമ്മ. ഇവരെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ? അത് അമ്മായിയാ. ഗോപിയെ പോലുണ്ട്. അതെ. ഒന്നോ 11 മൂത്രശങ്ക.
ഇപ്പോഴോ? കൺട്രോൾ ചെയ്യാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. ഞാനൊന്ന് പുറത്തിറങ്ങിയിട്ട് ഇപ്പൊ വരാം. നാണക്കേടായല്ലോ. ശരി, അവിടെ നിന്നേ. എടാ മോനെ അർജുന, സ്വന്തം അമ്മാവനോട് വേണോടാ ഈ അടവ്. കൺട്രോൾ ചെയ്. നീ വന്നേ, ഇരിക്കെ. ഗോപിക ഇപ്പൊ വരും. ആദ്യം അവളെ ഒന്ന് കാണ, എന്നിട്ടൊന്ന് ഞെട്ട. എനിക്ക് അതിനിടയ്ക്ക് നിന്റെ കൺട്രോൾ പോകുന്നെങ്കിൽ പോട്ടെ. അല്ല, ആ ദാ വന്നല്ലോ. ഇതാണ് എന്റെ അനന്തരവൻ അർജുനൻ. നീ എന്തിനാ മുഖം മറച്ചിരിക്കുന്നേ? ഭയങ്കര നാണം കുണിങ്ങിയ. പേപ്പർ മാറ്റാ.